ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഇന്നലത്തെ ഒരു യു എസ് വിപണിയിലേക്ക് നോക്കാം. യു എസ് വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ നമുക്കൊരു ഇടിവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 300-ലധികം പോയിന്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് S&P 500 സൂചികയിൽ അടക്കം 0.5% മുകളിലുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെസ്ല, IBM, മെറ്റ തുടങ്ങിയ ഓഹരികളിലുണ്ടായൊരു ഇടിവാണ് ഇത്തരം ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. സോ അമേരിക്കൻ വിപണിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും മെഞ്ഞാന്നത്തെ ട്രേഡിലായിരുന്നു നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. എങ്കിലും പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 46,400 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യണം. നമ്മളിപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ബാങ്കിങ് മേജർ സ്റ്റോക്സിലൊക്കെ ഒത്തിരി സെല്ലിംഗ് പ്രഷറും വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. സിറ്റി ബാങ്കിന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. JP Morgan നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. JP Morganന്റെ കേസിൽ കറന്റ് ലെവൽ ഇസ് അറൌണ്ട് $295. അവിടെ നിന്നും ചുരുങ്ങിയത് ഒരു $20 നഷ്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് ഓഫ് അമേരിക്കയുടെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $51 ആയിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ എഗെയിൻ കഴിഞ്ഞ 2-3 സെഷൻസിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. എങ്കിലും നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ തൽക്കാലം നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 24,500 പോയിന്റിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ ദിവസങ്ങൾക്ക് ശേഷം നമുക്കൊന്നൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1% മുകളിലേക്കാണ് WTI ക്രൂഡ് ആണെങ്കിലും അതിനോടൊപ്പം തന്നെ ബ്രെന്റ് ക്രൂഡ് ആണെങ്കിലും ട്രേഡിങ്ങിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും റഷ്യയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 ഓയിൽ കമ്പനികളായിട്ടുള്ള ലൂക്കോയിൽ ഒപ്പം തന്നെ റോസ് നെഫ്റ്റ് എന്നീ കമ്പനികൾക്ക് മേൽ ഇപ്പോൾ ഈ ഒരു ട്രംപ് ആദ്യമായിട്ടൊരു സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ചില സപ്ലൈയുമായി ബന്ധപ്പെട്ട ടെൻഷൻസ് ഉടലെടുത്തതിന് പിന്നാലെയാണ് ഇത്തരം ഒരു ഇടിവെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. സോ ക്രൂഡിലുണ്ടായ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക്, ഒരു ബോട്ടം കണ്ടതിന് ശേഷമുള്ളൊരു മുന്നേറ്റമാണോ ഇത്? അല്ല, നമ്മൾ ക്രൂഡ് ഓയിലിന്റെ കഴിഞ്ഞ ഒരു 4-5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂൺ മാസത്തിൽ $78 ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് നടത്തി വന്നത്. അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ചത്തെ ലോവസ്റ്റ് ലെവലിൽ നമ്മൾ നോക്കുമ്പോഴേക്കും $56, അതായത് ചുരുങ്ങിയത് $22 ഇടിവായിരുന്നു ക്രൂഡ് ഓയിലിന്റെ കഴിഞ്ഞ 3-4 മാസത്തിനിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലും നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ട്രെൻഡ് റിവേഴ്സലായിട്ട് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ക്രൂഡിന്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. ആദ്യത്തെ $63, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ $67. 67ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ 3 ട്രേഡ്, അതായത് ഇന്ന് ഉൾപ്പെടെ 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് നോക്കുമ്പോൾ ഇത്തരം ഒരു ഇടിവ് നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിച്ചിട്ടില്ല. സോ ഗോൾഡിനെ സംബന്ധിച്ച് ഓൾറെഡി എല്ലാവരും, താങ്കളടക്കമുള്ള എല്ലാ എക്സ്പേർട്സും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും വളരെ ഓവർ ഹീറ്റഡ് ആയിട്ടുള്ള, ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഗോൾഡ്. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വരുമെന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ഒരു സീരീസ് ആണോ നമ്മൾ കാണുന്നതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, നാച്ചുറലി അല്ല പറഞ്ഞതുപോലെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഇത്രയും വലിയൊരു കുതിപ്പിനെ തുടർന്ന് നമ്മളിപ്പോൾ ഒരു വളരെ ആവശ്യമായിരുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് എങ്കിലും ക്രൂഡ് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കറന്റ് ലെവൽസിൽ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3,940 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ, എസ്പെഷ്യലി ഇഫ് യു ആർ എ ലോങ് ടേം ഇൻവെസ്റ്റർ. 3,940 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും.
കൈവശം ട്രേഡിംഗ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവല് $4,190 മുതൽ $4,320 വരെ. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടി വരികയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ ആദ്യത്തെ ഒരു മിനിറ്റ് പരിശോധിക്കുമ്പോഴേക്കും 25,934 എന്നൊരു നിലയിലേക്ക് ഉയർന്നൊരു സ്ഥിതിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ട് 25,868.6 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓവർനൈറ്റ് ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയും യുഎസുമായിട്ടൊരു ട്രേഡ് ഡീലിലേക്ക് എത്തുന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു റെക്കോർഡ് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുള്ളൊരു കുതിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം വളരെ ഗ്രാജുവൽ ആയിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഒക്ടോബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ അറ്റ് ദിസ് പോയിന്റ് ഞാൻ റൂമേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഇൻവെസ്റ്റിങ്ങോ ട്രേഡിങ്ങോ നടത്താറില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ടു കൺവേ, ചില ദിവസം നമ്മൾ കേൾക്കും വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യ അമേരിക്ക ട്രേഡ് ഇസ് വെരി വെരി പോസിറ്റീവ് എന്ന് പറയും. അടുത്ത ദിവസം മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് അല്ല എന്ന് വാർത്ത വരും. സോ അതൊന്നും നമ്മൾ കൂട്ടാക്കാതെ ഫോക്കസ് ഓൺ ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സ്, ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. നിഫ്റ്റി 50യുടെ കേസിൽ ഡെഫിനറ്റ്ലി ദ അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ആൻഡ് ഇന്ന് നമ്മൾ നിഫ്റ്റി 50യിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണുകയാണെങ്കിൽ പിന്നീടുള്ള ടാർഗറ്റ് ലെവൽസ് 26,760, 27,300, 28,250. And the current levels of short positions, Nifty 50 completely avoid short positions. Yes. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഈ ഒരു ഒക്ടോബർ 1 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ കൃത്യമായി ഏകദേശം ഒരു 17 ട്രേഡിംഗ് സെഷൻസ് കൊണ്ട് 3,700 പോയിന്റ്സിൻ്റെ ഒരു അടുത്തൊരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മുഹൂർത്ത ട്രേഡിംഗ് ഒരു ദിവസം പരിശോധിക്കുമ്പോഴേക്കും ഒരു നേരിയ വളരെ മാർജിനലായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങുമാണ് കണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ ഈ ഒരു ലെവലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതോ ഇവിടെ നിന്ന് വീണ്ടും ഒരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അൺലൈക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ നമുക്ക് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് പൊസിഷൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എനി പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് പ്രതീക്ഷിക്കാം. ബട്ട് എസ്പെഷ്യലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 8 ആഴ്ചകളായിട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും അറ്റ് ദിസ് പോയിന്റ് നമുക്ക് സെല്ലിംഗ് പ്രഷർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 58,500, 59,700, 61,000 ആൻഡ് മൈ ഫൈനൽ ടാർഗറ്റ് 63,500. അതിനോടൊപ്പം തന്നെ സാർ PSU ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണ്. PSU ബാങ്കിനെ സംബന്ധിച്ച് മുഹൂർത്ത ട്രേഡിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച വളരെ മാസീവായിട്ടൊരു ബൈയിങ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 200 പോയിന്റ്സിന് മുകളിലുള്ളൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? Nifty PSU Bank Index is trading very close to the all-time high. നിലവിലുള്ള all-time high around 8,060 പോയിന്റ്സിനടുത്താണ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്ക് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിലും പുതിയ all-time high കാണാൻ സാധിക്കും. ആൻഡ് നാച്ചുറലി ഈ ഒരു സെക്ടറിലും നമ്മൾ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നു. സാറിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ന്യൂസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യൻ ഓയിൽ കമ്പനികൾ ഈ ഒരു റഷ്യൻ ഓയിൽ വാങ്ങുന്നത് കുറച്ചുകൊണ്ട് വരുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ പല ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ കമ്പനികളിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ ആണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ IOCയുടെ കേസ് എടുക്കുകയാണെങ്കിൽ IOCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. IOCയുടെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 155ന്റെ റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ആസ് എ സപ്പോർട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവല് 150 രൂപ. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ ഇസ് 467 ആൻഡ് സപ്പോർട്ട് 438 രൂപ. ആൻഡ് ഫൈനലി BPCL ഭാരത് പെട്രോളിയത്തിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവല്
352 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 362 ആൻഡ് ആസ് സപ്പോർട്ട് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം 328. ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് നമുക്ക് ഈ 3 സ്റ്റോക്സിലും നമുക്ക് പുതിയൊരു മൊമെന്റം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പുതിയൊരു ലോ റിസ്ക് ട്രേഡിംഗ് അവസരം ഈ 3 സ്റ്റോക്സിൽ അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ചില ബാങ്കിങ് ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ അന്നത്തെ ദിവസവും അതിനോടൊപ്പം തന്നെ തിങ്കളാഴ്ചത്തെ ഒരു ദിവസവും പരിശോധിക്കുമ്പോഴേക്കും നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളി, വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് പരിശോധിക്കുമ്പോഴേക്കും വളരെ മാസീവായിട്ടൊരു സെല്ലിങ്ങും കണ്ടിട്ടുണ്ട്. സോ IOBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IOBയുടെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസം മുതൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ എസ്പെഷ്യലി ഒരു 2-3 വീക്സ് ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 41 രൂപ 45 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസുകൾ 42 രൂപ 25 പൈസ, 43 രൂപ 65 പൈസ, 45 രൂപ 10 പൈസ. ആൻഡ് നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് നമുക്കിപ്പോൾ IOBയിൽ കാണാൻ സാധിക്കുന്നത്. സോ അതിനോടൊപ്പം തന്നെ IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് കൂടി വരികയാണ്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് മുഹൂർത്ത ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് വളരെ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു അവസാനം കണ്ടതെങ്കിൽ തിങ്കളാഴ്ചത്തെ നോർമൽ ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും 7% ഒരു മുന്നേറ്റം, വളരെ മാസീവായിട്ടൊരു ബൈങ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു പർട്ടിക്കുലർ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ആ ലെവലിൽ നിന്നുകൊണ്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രകടനം പരിശോധിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 78 രൂപയ്ക്ക് വളരെ അടുത്ത് വരെ എത്താനായിട്ട്, വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ താങ്കൾ നിയർ ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നമുക്ക് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ഒരു 5-8 മാസത്തെ ട്രേഡിംഗ് പെർഫോമൻസ്. ബട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചത്. ഓഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ തുടക്കം വരെ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു നല്ല ഹെൽത്തി കൺസോൾട്ടേഷൻ ആയിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്നും വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കറന്റ് ലെവൽസിലെ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 80 രൂപ, അതിനുശേഷം 82 രൂപ, അതിനുശേഷം 85 രൂപ. സാറിനൊപ്പം ധനലക്ഷ്മി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ധനലക്ഷ്മി ബാങ്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ബാങ്കിന്റെ കേസ് നോക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസും മാനേജ്മെന്റ് ഇഷ്യൂസും ഉള്ള ഒരു സ്റ്റോക്കായിട്ട് ഇത് ഈ സ്റ്റോക്കിനെ വിലയിരുത്തേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 28 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് 24 രൂപ 50 പൈസ ആയിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് കരുതേണ്ടത്. This will be a very, very high risk trading stock. ഒപ്പം കനറ ബാങ്കിലേക്ക് കൂടി വരികയാണ്. കനറ ബാങ്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ മുഹൂർത്ത ട്രേഡിങ്ങിൽ നിന്നൊരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു മുന്നേറ്റത്തിന് ശേഷം വളരെ നേരിയ തോതിലുള്ളൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ കനറ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ 3-4 വർഷത്തിൽ കണ്ട ഏറ്റവും ഉയർന്ന ലെവലിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. ഈ സ്റ്റോക്കിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ അടുത്ത 2-3 മാസത്തിനിടെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. നിലവിലുള്ള ഓൾ ടൈം ഹൈ ഇസ് ട്രേഡ് അറ്റ് അറൌണ്ട് 164 rupees. ഒപ്പം തന്നെ വിപണിയിലേക്ക് എത്തിയിട്ട് അധിക നാളാകാത്ത ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഓഹരിയാണ് HDB ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരുപക്ഷെ ഏറ്റവും വലിയൊരു IPOകളിൽ ഒന്നായിട്ട് വന്ന ഒരു ഓഹരി കൂടിയായിരുന്നു HDB ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ വളരെ ഫ്ലാറ്റായിട്ട് ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. HDB ഫൈനാൻഷ്യൽ സർവീസ് ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HDB ഫിനാൻഷ്യലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു.
അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ നമ്മൾ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 720 നമ്മൾ സ്റ്റോപ്പും ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 770 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തായിട്ട് ഐ ടി സൂചികയിലേക്കാണ് വരുന്നത്. ഐ ടി സൂചികയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തിന് മുഹൂർത്ത ട്രേഡിങ്ങിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡാർക്ക് ഹോഴ്സ് സെക്ടർ എന്ന് വേണമെങ്കിൽ ഐ ടി ഇൻഡെക്സിനെ വിശേഷിപ്പിക്കാമെന്ന്. ഐ ടി ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും മറ്റ് സെക്ടേഴ്സിനൊക്കെ അപേക്ഷിച്ച് വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറായിട്ടാണ് ഐ ടി ഇൻഡെക്സ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്നത്. മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ അന്നത്തെ ദിവസം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ഐ ടി ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൻല ചൂണ്ടിക്കാണിച്ച വളരെ ശരിയാ. ഐ കൺസിഡർ ദിസ് എ ഡാർക്ക് ഹോഴ്സ്. ആൻഡ് ഐ ടി ഇൻഡെക്സിന്റെ കേസിൽ എനിക്ക് ഒത്തിരി വാല്യൂ സ്റ്റോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു കറക്ഷൻ ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മൾ ഐ ടി സെക്ടറിൽ നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ടി ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 34,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സെക്ടറിൽ നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 35,600 അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 35,850. 35,850 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 37,000 പോയിന്റ്. 37,000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽ 37,900, 38,450. അടുത്തതായിട്ട് നമുക്ക് ടി സി എസിലേക്ക് കൂടി വരികയാണ്. ടി സി എസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചില അപ്ഡേഷൻസ് വരുന്നത് ഒരുപക്ഷെ ഇൻഫോസിന് പിന്നാലെ ടി സി എസും ഒരു ബൈബാക്ക് പ്രഖ്യാപിച്ചേക്കാം. അതിനോടൊപ്പം തന്നെ എയും അതിനോടൊപ്പം തന്നെ അധിഷ്ഠിതമായിട്ടുള്ള ഡേറ്റാ സെൻറ്ററുകളിലും വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനി തയ്യാറായിരിക്കുന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ടി സി എസ് ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ അന്ന് നമുക്കൊരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ടി സി എസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ ടേക്ക് എന്താണ്? ടി സി എസിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ടി സി എസിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 3,050. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 3,070. 3,070 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ 3,200, 3,250, 3,355. 3,355 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 2,940 രൂപ. ഒപ്പം തന്നെ ഇൻഫോസിസിലേക്ക് കൂടി വരികയാണ്. ഇൻഫോസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ ബൈബാക്ക് തന്നെയാണ് ഈ ഒരു റീസെൻറ്റ് റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ബൈബാക്ക് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇൻഫോസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു കോർപ്പറേറ്റ് അനൗൺസ്മെൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം പ്രൊമോട്ടേഴ്സ് പലരും ഈ ഒരു ഇൻഫോസിസിൻ്റെ ഷെയർ ബൈബാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ഓപ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് എന്നടക്കമുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടായിരുന്നു ചൊവ്വാഴ്ച മുഹൂർത്ത ട്രേഡിംഗ് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ ഇൻഫോസിസ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായത്. പക്ഷേ ഹൈ ലെവൽസിൽ ശേഷം വളരെ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ടും കാണുന്നുണ്ട്. ഇൻഫോസിസ് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇൻഫോസിസിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1,420 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 റെസിസ്റ്റൻസ് ലെവൽസ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 1,510, അതിനുശേഷം 1,525. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1,590 രൂപ. 1,590 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1,680 രൂപയിലാണ് കാണുന്നത്.
ഒപ്പം തന്നെ HCL ടെക്കിലേക്ക് കൂടി വരികയാണ്. HCL ടെക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദുബായ് ഇസ്ലാമിക് ബാങ്കുമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാനായിട്ട് ഇപ്പോൾ HCL ടെക്ക് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഒരു റിസൾട്ട് വരുന്നതിനും അതിന് ശേഷമുള്ള ദിവസങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം 0.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ HCL ടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, HCL ടെക്, TCS ആൻഡ് ഇൻഫോസിസ് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും അധികം സ്ട്രെങ്ത് നമുക്ക് കാണുന്നത് HCL ടെക്നോളജിയുടെ കേസിലാണ്. HCL ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1475. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1517 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നീടുള്ള റെസിസ്റ്റൻസ് 1575. 1575 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1600, 1635, 1670. ചില റെയിൽവേ ഓഹരികളിലേക്ക് കൂടി വരികയാണെങ്കിൽ ആദ്യത്തേത് ജുപ്പിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ റിവ്യൂ ആണ് ചോദിക്കുന്നത്. തുടർച്ചയായിട്ടുള്ളൊരു ഇടിവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ അന്ന് ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നൽകിയിട്ടുമുണ്ട്. ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജൂപ്പിറ്റർ വാഗൺസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ തിത്തഗർ റെയിൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? തിത്തഗറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. 905 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 940, 965 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. 965 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 840 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ തന്നെ ചില ഡിഫൻസ് ഓഹരികളിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ പങ്കുവയ്ക്കാമോ? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയി തുടരുന്നു. നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. വളരെ ഷോർട്ട് ടേമിന് നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1842 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 1990 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ സ്റ്റോക്കിന് 2 മേജർ സപ്പോർട്ട് ലെവൽസ് കാണുന്നത്. ആദ്യത്തെ 1720, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1590. അതിനോടൊപ്പം തന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലേക്ക് കൂടി വരികയാണ്. ഇന്നലെ ഏകദേശം 0.5% മുഹൂർത്ത ട്രേഡിംഗിൽ നിന്ന് 0.5% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. BDLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BDLന്റെ കേസിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് നമുക്ക് ഒരു കൺഫർമേഷന് ശേഷം ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 1580 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 1640 രൂപ. 1640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ലോങ് പൊസിഷൻസ് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1458 രൂപ. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് താങ്ക് യു. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ഇതിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.